ഈ പാലക്കാട് RSS സ്ഥാപക നേതാവിന്റെ പേരുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും വലിയ പോരാട്ടത്തിലാണ്. അവിടെ പരസ്പരം പോരടിക്കുകയാണ്. വഖഫ് വിഷയത്തിലും നാം ഇത് കണ്ടു, കോൺഗ്രസും BJPയും തമ്മിൽ. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ പ്രമുഖമായ രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലടിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം സ്വാഭാവികമായി CPMന് ലഭിക്കില്ലേ? അത് കാരണം തിരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് അതിൻ്റെ ഗുണം പിണറായിക്ക് ലഭിക്കുമോ? ശ്രീജിത്ത്, ഇതിൽ ഇപ്പോൾ ശ്രീജിത്ത് ചോദിച്ച രണ്ട് സംഭവങ്ങൾ, അതൊന്ന് പാലക്കാട് ഉള്ള CPM RSS BJP RSSും കോൺഗ്രസുമായിട്ടുള്ളത്, വഖഫ് വിഷയത്തിലും BJPയും കോൺഗ്രസുമായിട്ടുള്ളത്. ഈ രണ്ട് വിഷയങ്ങളിലെ തർക്കങ്ങൾ എടുത്ത് നോക്കിയാൽ, ഞാനത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പറയാം. ഈ രണ്ട് വിഷയങ്ങളിലും ഉള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണകരമാകാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം. കാരണം കേരളത്തിലിപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ BJP RSS സംവിധാനത്തിൻ്റെ ജനപിന്തുണ അല്ലെങ്കിൽ അവരുടെ വോട്ടിലുള്ള ശതമാനത്തിലുള്ള വർധന നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. അപ്പോൾ 15% 19% കൂടി. 2024 തെരഞ്ഞെടുപ്പിലും അത് ആ നിലയിൽ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിൽ BJPയെ ശക്തമായി നിന്ന് എതിർക്കുന്ന മുന്നണി ഏതാണ് എന്നുള്ളത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അവിടെ CPMകാർ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയെ എതിർക്കുന്നതിൽ ദുർബലമാണ് കോൺഗ്രസ്, BJPയെ ഞങ്ങളാണ് ശക്തമായി എതിർക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. അതെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും BJP എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറേറ്റീവാണ് കുറേ കാലങ്ങളായി CPM കൊണ്ടിരുന്നത്. ആ നെറേറ്റീവിനുള്ളൊരു തിരിച്ചടിയാണ് ഈ രണ്ട് സംഭവങ്ങളുടെയും കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അതിൻ്റെ ഗുണം കംപ്ലീറ്റ് കോൺഗ്രസിനാണ് കിട്ടിയത്. കാരണം അവിടെ ഈ BJP എന്ന് പറയുന്ന സെറ്റുകാരെ ശക്തമായി എതിർക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് വിഷയങ്ങളിലും ആത്യന്തികമായി കോൺഗ്രസ്സിന് ഒരു മുൻതൂക്കത്തിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് സൂചിപ്പിക്കാറ്. പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയല്ലേ സ്വാഭാവികമായി പ്രതിപക്ഷം ഒന്നിക്കേണ്ടതും, അങ്ങനെ ഒന്നിക്കുമ്പോഴല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുക. അത് നാം പലയിടങ്ങളെയും കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കുമ്പോൾ ആ വോട്ട് സ്പ്ലിറ്റായി പോയി ആരാണോ അത് അവിടെ ഭരിക്കുന്ന ആ പാർട്ടി വീണ്ടും വരുന്നതാണ് കണ്ടത്. അത് പല സംസ്ഥാനങ്ങളിൽ നാം BJPക്ക് അനുകൂലമായി മാറുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ കുറച്ചുകൂടെ സങ്കീർണമായ കാര്യങ്ങൾ. കേരളത്തിലെ സങ്കീർണമെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ ഡെമോഗ്രഫി, കേരളത്തിലെ ജനസംഖ്യ പോലല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ എന്നുള്ളതാണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു വശത്ത് ഹിന്ദു വോട്ട് ബാങ്കും ഒരു വശത്ത് മുസ്ലിം വോട്ട് ബാങ്കുമാണുള്ളത്. ആ ഹിന്ദു വോട്ട് ബാങ്കിനെ മോറോർലെസ് BJP പ്രതിദാനം ചെയ്യുന്നു, അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിനെ കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്നു. മനസ്സിലാവും? ഇങ്ങനെ ഒരു ഡൈക്കോട്ടമിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ളത്. എന്നാൽ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ ഡെമോഗ്രഫി വ്യത്യസ്തമാണ്. കാരണം 45-46% ഹിന്ദുക്കൾ, 29% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ്. ഇപ്പോൾ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി 45-46% ഹിന്ദു വോട്ട് ബാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് CPM നിൽക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആൾക്കൂട്ടമാണ്. അല്ല, BJP എതിർക്കാൻ തെരുവിൽ കണ്ട യൂത്ത് കോൺഗ്രസിനെയും എന്നും CPMനെതിരെ തെരുവുകളിൽ കാണുന്നില്ല. അത് വലിയ പ്രതിസന്ധിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഡയറക്റ്റ് ബെനിഫിഷ്യറി കോൺഗ്രസ് ആകുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം BJP എതിർക്കാൻ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾ പറഞ്ഞാൽ CPMകാരെ എതിർക്കാൻ കോൺഗ്രസ്സുകാരെ കാണുന്നില്ല എന്നുള്ള വസ്തുത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ BJPക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു കോൺഗ്രസ്. BJPയുമായി കണ്ണൈവ് ചെയ്യുന്നവരാണ് CPMകാർ എന്നുള്ള ചർച്ച വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ K മുരളീധരൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണുമായിരുന്നു. ED കേരളത്തിൽ വരില്ല, കാരണം വെച്ചാൽ കേരളത്തിലൊരു അർദ്ധനാരീശ്വരനാണുള്ളത്, പകുതി CPMും പകുതി BJPയുമാണ് പിണറായി എന്നും പറഞ്ഞയാൾ പറയുന്നത് ഇങ്ങോട്ട്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ നേട്ടം കോൺഗ്രസിനാണ് ഉണ്ടാവുക. കാരണം BJPക്കെതിരായിട്ടുള്ള സമരത്തിൽ
മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് മോഡിക്കെതിരെ ഒരു വർത്തമാനം പറയാത്ത പിണറായി വിജയനാണുള്ളത്. മനസ്സിലായോ? ഇപ്പം മുരളീധരൻ തന്നെ പറയുന്നത് എന്താണ്, ED കടന്നു കയറാത്ത നോൺ കോൺഗ്രസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമേ ഉള്ളൂ, അത് പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാനം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPMൻ്റെ വോട്ട് ബാങ്കാണ് ഇവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്ക്. ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് പ്രൊഡോമിനൻ്റ്ലി കോൺഗ്രസിൻ്റെ കയ്യിലാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു 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 വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ അടുത്ത കാലം വരെ BJPക്കാരൻ്റെ ഒരു ധാരണ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പിണറായി ഒന്നുകൂടെ കൊണ്ടുവരണം, പിണറായി ഒന്നുകൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് തീരും, അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതമാകും. അങ്ങനെ ഒരു തവണയും കൂടെ പിണറായി ഭരിച്ച് 2031 ആകുമ്പോഴത്തേക്കും പിന്നെ CPMഉം BJP മാത്രമാകും. അപ്പോൾ BJP പ്രതിപക്ഷമാകും, പിന്നെ ഭരണപക്ഷമാകാം. ഇങ്ങനെ അതുവരെ നമുക്കൊരു 10 സീറ്റിന് വേണ്ടി ശ്രമിക്കാം. ഇതായിരുന്നല്ലോ അവരുടെ ഒരു ധാരണ. പക്ഷേ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളത് ഇപ്പം എന്നെപ്പോലുള്ളവർക്ക് കുറച്ചാളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അവർക്കിപ്പോൾ അടുത്ത കാലത്ത് മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കേരളത്തിൽ നിന്ന് മുഴുവൻ ഇടത്തുനിന്ന് CPMൻ്റെ വോട്ട് ബാങ്കാണ് അവരിലേക്ക് ചാഞ്ഞത്. അപ്പോൾ ആലപ്പുഴ 3 ലക്ഷം വോട്ട് കിട്ടിയെങ്കിൽ 80% CPMൻ്റെത്. ആറ്റിങ്ങൽ മുതൽ ധർമ്മടം എവിടെ, കണ്ണൂർ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി CPMൻ്റെ വോട്ടാണ്, ഹിന്ദു വോട്ട് ബാങ്കാണ് BJPക്ക് പോയി. അപ്പോൾ BJPക്ക് ഇപ്പം അത് ബോധ്യമായി. CPMൻ്റെ ഹിന്ദു വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ബോധ്യമായതിൻ്റെ റിഫ്ലക്ഷൻസാണ് ഈ SFIO വിഷയത്തിൽ പിന്നെ വിചാരണയ്ക്ക് അനുവാദം കൊടുത്തത്. കരുവന്നൂരിൽ തന്നെ ഇപ്പോൾ ശക്തമായിട്ട് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അവിടുത്തെ CPM നേതാക്കന്മാരും പ്രതികളാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ BJPയുടെ ഒരു നയമാറ്റമാണ് കാണിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടിലേക്ക് ഇനി നമ്മൾ പോയിട്ട് കാര്യമില്ല. അല്ല, ജനങ്ങൾക്ക് പൊതുവെ അങ്ങനെ തോന്നലുണ്ടല്ലോ, ഈ കേരളത്തിലൊരു ശക്തമായ പ്രതിപക്ഷമില്ലെന്ന് തോന്നൽ എന്ത് പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു കൊട്ടത്താപ്പ് കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. 1+1 = 2 എന്നുള്ളൊരു സമവാക്യമാണ് ശ്രീജിത്ത് പറയുന്നത്. പക്ഷേ ഫലത്തിൽ നമ്മൾ അടിത്തട്ടിലേക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ കേരളത്തിൽ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായൊരു പ്രതിപക്ഷം കേരളത്തിലുണ്ടായിരുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ 2015, 2016 കാലഘട്ടത്തിൽ, അല്ല 2006, 2011 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഇതും വട്ടപൂജ്യമായിരുന്നു, ആ പ്രതിപക്ഷം വട്ടപൂജ്യമായിരുന്നു. മനസ്സിലായോ? പക്ഷേ എന്നാലും 2000 ഉമ്മൻചാണ്ടി എന്നൊരു നേതാവുണ്ട്. നേതാവുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വളരെ പ്രധാനമാണ്, ഞാൻ അതിലേക്ക് വരികയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമൊന്നും നടന്നിരുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതും വലതും BJPയും മത്സരിച്ച് ജീർണിക്കുകയാണ്. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യം. ഇപ്പം തന്നെ ശ്രീജിത്ത് ഒന്ന് നോക്കിക്കേ, ഇപ്പം തന്നെ ഈ എക്സാലോജിക്കുമായിട്ടുള്ള വിഷയം വന്നു, ഈ KM-എബ്രഹാമായിട്ടുള്ള വിഷയം വന്നു. ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ കോൺഗ്രസിനെ UDF-നെ ഒരിടത്തും കാണാനില്ല. അത് നമുക്ക് മനസ്സിലാക്കാം, അവർ ദുർബലമായപ്പോൾ. പക്ഷേ BJP കാണാത്തത് എന്തുകൊണ്ട്? കാരണം BJP അല്ലേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കേണ്ടത്. കാരണം എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ വിചാരണയ്ക്ക് അനുവാദം കൊടുത്തത് BJP ഗവൺമെൻറ് അല്ലേ? അപ്പോൾ BJP വേണ്ട ഇയാൾ രാജിവെക്കാൻ പറഞ്ഞ് മുന്നിൽ വരാൻ. ആകെപ്പാടെ രാജീവ് ചന്ദ്രശേഖരനും വന്ന് ഇയാൾ രാജിവെക്കണമെന്ന് ഒരു തവണ പറഞ്ഞു പോയതല്ലാതെ മുരളീധരനോ അല്ലെങ്കിൽ സുധാകരൻ, അല്ല മറ്റേ സുരേന്ദ്രനോ ഇവൻ ശോഭാ സുരേന്ദ്രൻ പോലുമോ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ ഒരു പ്രസ്താവന അണങ്ങുന്നില്ല. ഇനി KM-എബ്രഹാമിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI അന്വേഷണം വന്നിരുന്നെങ്കിൽ അയാളെ അധികാരത്തിൽ ഇരുത്തുമായിരുന്നു CPM-കാർ. ഇപ്പം UDF മിണ്ടുന്നില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം UDF-ആയിട്ട് ബന്ധമുള്ള ആളാണ് KM. പക്ഷേ BJP-കാരൻ ഇതുപോലൊരു വജ്രായുധം കിട്ടിയിട്ട് അനങ്ങുന്നില്ല, ഒരു സ്ഥലത്തും അവരെ കാണുന്നില്ല. അപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അത്യഭൂതപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറപ്പും വെറുപ്പുമുള്ള ഒരു ക്യാരക്ടറായി പിണറായി വിജയൻ തരം താണിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പം ആലോചിക്കായിരുന്നു, പിണറായി വിജയൻ്റെ ഓഫീസ്, ഇത്രയും ചീഞ്ഞു നാറിയൊരു ഓഫീസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഉണ്ടായിട്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നപ്പം ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിണറായി വിജയൻ്റെ ഓഫീസ് നിർത്തി നോക്കി. പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷം ജയിലിൽ. പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ത്രീവിരുദ്ധതയ്ക്ക്, സ്ത്രീപീഡനത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നവൻ. പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജ് കള്ളത്തരം കാണിച്ചു എന്നും പറഞ്ഞ്, അഴിവ് കാണിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് തന്നെ അവനെ
പുറത്താക്കേണ്ടി വന്നു. അതുപോലെ എന്തോ ദിനേശ് കാളിയത്തെന്നും കണ്ട് പറഞ്ഞിട്ട് ഒരുത്തൻ അവൻ പിന്നെ PhD തീസിസ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞവൻ. പിന്നീടുള്ളവനാരാ? CM രവീന്ദ്രൻ. അവൻ എന്താ പറഞ്ഞതെന്നറിയോ? അവൻ ഫോണിൽ അവൻ സ്വപ്ന സുരേഷുമായിട്ടുള്ള സംഭാഷണത്തിൽ വൈകിട്ട് എന്താ കഴിക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മിഞ്ഞപ്പാല കുടിക്കുന്നത് ഫോണിൽ പറഞ്ഞ് യൂട്യൂബിൽ കിടക്കുകയാണത്. അവനെ 4-5 പ്രാവശ്യം ഇടിയോ അല്ലേ ആരോ ഒന്ന് ചോദ്യം ചെയ്തിട്ട് പോയവനാണ്, മനസ്സിലായി. പിന്നെ പറയാൻ പാടില്ലാത്ത കഥകളുള്ള വേറെ പലരും. ഇവർക്കെല്ലാം മുകളിലിരിക്കുന്ന പിണറായി വിജയൻ സൽഗുണ സമ്പന്നൻ എന്ന് ദിവ്യായസ് നായർ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഈ ചീഞ്ഞളിഞ്ഞ സംവിധാനത്തോട് പിണറായി വിജയൻ അധികാരത്തിൽ കയറ്റിയ CPM അണികൾക്കും അഭ്യുദയകാംക്ഷികൾക്കുമുള്ള വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും പുച്ഛത്തിൻ്റെയും അളവ് അത്ര വലുതായതുകൊണ്ട് ഈ UDF എന്ന് പറയുന്നത് തമ്മിത്തല്ലുന്നൊരു പ്രതിപക്ഷമാണെങ്കിൽ പോലും അവരെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷ വോട്ട് ബാങ്ക് വലിയ തോതിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പോലൊരു അഡ്വാൻറ്റേജ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവരൊരു ചുക്കും ചെയ്യുന്നില്ല. അവർക്ക് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ശക്തമായ RSS സംവിധാനമുള്ള ഇത് കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ ശാഖകളുണ്ട്. അവർ ഈ 4 വർഷക്കാലമായിട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും ജനവിരുദ്ധതയ്ക്കെതിരെ ഒരു 5000 പേര് അണിനിരത്തി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു സമരം അവർ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇപ്പം ആശാ വർക്കർമാർ 2 മാസം എടുക്കണം, BJPക്ക് അത് ഏറ്റെടുത്തുകൂടെ? ഒരു 5000 RSSൻ്റെ ആളുകൾ എവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടായിക്കൂടെ? അവരെവിടെ കിടക്കുന്നു, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് ഉണ്ടാകാൻ 2026 ഉണ്ടാകാൻ പോകുന്ന അപകടം എന്നറിയാം. പിണറായി വിജയനോടാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള വികാരം ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ നോക്കുമ്പോൾ പിണറായി വിജയനെ തട്ടണം. പിണറായി വിജയനെ തട്ടണമെങ്കിൽ UDFന് വോട്ട് ചെയ്യണോ BJPക്ക് വോട്ട് ചെയ്യണോ നോക്കുമ്പോൾ UDFനകത്ത് തമ്മിലടിയും മാത്രമാണ്. പക്ഷേ അപ്പോഴും പിണറായി വിജയനെ പുറത്താക്കണമെങ്കിൽ ജയസാധ്യതയുള്ളൊരു സംവിധാനം UDF മാത്രമേ ഉള്ളൂ. BJPക്ക് അതില്ല. ഇനി BJPക്കാർ തന്നെ പറയുന്നത് എന്താ? ഞങ്ങൾക്കൊരു 10 സീറ്റ്, അപ്പോഴും പിണറായി അധികാരത്തിൽ കയറണം എന്നാണ് BJPക്കാരൻ പറയുന്നത്. അത് BJPയുടെ അണികൾ പോലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം അത്രയ്ക്കൊരു പൊതുശത്രുവായി അയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, 23-ാം തീയതി AK സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ 135 കോടി രൂപ. അതിൻ്റെ പോസ്റ്ററിൽ AKG സെൻറ്ററിൽ ആണെങ്കിൽ AKG ഇല്ല, ഈ മോന്ത മാത്രമേ ഉള്ളൂ ഇയാളുടെ, ഈ പിണറായി വിജയൻ്റെ മോന്ത, മനസ്സിലായോ? ഉള്ളൂർ അപ്പുറത്ത് ഈ മുറിയേക്കാളും വലിയൊരു ഹോർഡിങ്, ഇത് 2-3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വെറുപ്പും അറപ്പും ഉള്ളത് പാർട്ടി അണികൾക്കാണ്. ആ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് പിണറായി. അതിന് ഇപ്പം ഉദ്ഘാടനം വരുമ്പോൾ തള്ളുന്നവനായാലും തല്ലുന്നവനായാലും എന്തവനായാലും എന്ത് പണ്ടാരം ആയിക്കോട്ടെ ജയസാധ്യതയുള്ള സാറ് പറയുന്നത് ഇത്രയും നാൾ നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡ് നിയമസഭയിലേക്ക് മാറും. അല്ല ശ്രീജിത്ത്, അത് സ്വാഭാവികമാണ്. കാരണം ലോക്സഭയിൽ നമ്മൾ കണ്ട ട്രെൻഡ് എന്താ? ലോക്സഭയിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ലോക്സഭയിൽ ഒരു ട്രെൻഡ്, നിയമസഭയിൽ വേറെ ട്രെൻഡെന്നാണ്. അല്ല, 2024 ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പിണറായി വിരുദ്ധതയായിരുന്നു. അതിലെന്താ തർക്കമുള്ളത്? ഇനി അതിൻ്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭൂരിപക്ഷം നോക്കില്ല. 19 അത് സംഭവിച്ചിട്ടുണ്ട്. അതെ, 19 തന്നെ സംഭവിച്ചു. 19 കേന്ദ്ര ഗവൺമെൻറ് അല്ലായിരുന്നു, ശബരിമലയായിരുന്നു. നിങ്ങൾ 2024 ഭൂരിപക്ഷം എടുത്ത് നോക്കി ശ്രീത്തെ. പൊന്നാനിയിലും മലപ്പുറത്തും 2.5 ലക്ഷം 3 ലക്ഷമായിരുന്നു. ഒരു 10 സീറ്റുകളിലെങ്കിലും 1 ലക്ഷത്തിൽ കൂടുതലായിരുന്നു ഭൂരിപക്ഷം. അല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരും കാസർഗോഡുമാണ്. 1 ലക്ഷത്തിന് മുകളിൽ. ഇനി കണ്ണൂർ ആരാ മത്സരിച്ചത്? കണ്ണൂരിൽ ഏതാണ്ട് അറിയാമല്ലോ നമുക്ക് സുധാകരൻ്റെ അവസ്ഥ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മോശം സ്ഥാനാർത്ഥിയായിരുന്നു. ആ സുധാകരൻ പോലും 1 ലക്ഷത്തിലധികം വോട്ടിന് അവിടെ ജയിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വികാരം. എന്ന് മാത്രമല്ല, ശ്രീജിത്തിന് ഓർമ്മയില്ലേ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെ എടുത്തിട്ട് ചതക്കിയായിരുന്നു, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും, മനസ്സിലായി. ഇപ്പോഴാകട്ടെ പിണറായി വിജയനോടുള്ള വെറുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 10 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സതീശനോ പണ്ടാരോ പിടിച്ചവൻ ആരെങ്കിലും ആവട്ടെ, അവൻ ജയിക്കട്ടെ നീ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടിയാണ്. അവർ പോലും അത് പറയുന്നില്ല. അവരെന്താ പറയുന്നത്? പിണറായി ഒന്നുകൂടി ഇരിക്കട്ടെ, നമുക്ക് 10. അത് BJPയുടെ അണികൾ സമ്മതിക്കുകയില്ല. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞ് ഇതുപോലെ ഒത്തുതീർപ്പിന് മാത്രം നിൽക്കുന്ന ഒരു സംവിധാനം അടുത്ത തവണയും അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഗതികേടാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി നടക്കില്ലെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല.
വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉണ്ടായാൽ അതുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാത്തരം വൃത്തികേടുകളോടും വിട്ടുവീഴ്ചയില്ലാതെ അൺറിലൻറ്റിംഗ് ആയി അൺകോംപ്രമൈസിംഗ് ആയി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉദയം ചെയ്താൽ ആ പ്ലാറ്റ്ഫോമിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പോലും ജനങ്ങൾ മടിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉദയം ചെയ്യുന്നതിനടുത്ത് അധിക സമയമൊന്നും വേണമെന്നില്ല. കാരണം പഴയ പോലെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ എടുക്കൂ, കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞാൽ എന്നെ എടുക്കൂ. ഞാൻ ആരാണ്? സാമ്പത്തികമായി പോലും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുത്തരാണ്. എനിക്ക് പെൻഷനില്ല, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല, വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ നടത്തുന്ന യൂട്യൂബ് ചാനലിന് 2,10,000 സബ്സ്ക്രൈബേഴ്സാണ്. 2 വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ 3 വർഷമായിട്ട് തുടങ്ങിയിട്ട് അതിൽ 4 കോടിയിലധികം ഹിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ 4 കോടിയിലധികം തവണ ജനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഷാജഹാൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി വന്ന് അതൊന്നും ഞാൻ പറയുന്നേ ഇല്ല. പക്ഷേ പുതിയ എന്തെങ്കിലും ഒരു സാധനം ജനത്തിന് കാണാൻ കഴിഞ്ഞാൽ ജനം ആർത്തലച്ച് അതിൻ്റെ പുറകെ പോകുന്ന ഒരു വിങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ 1-ാം നമ്പർ വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധതയാണ്. ആ പിണറായിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. ചിലപ്പോൾ അതിനകത്ത് 2-3 സ്ഥലത്ത് ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്തൊന്നും ഇരിക്കും, മനസ്സിലായി. പക്ഷേ ഇതാണ് സാഹചര്യം. അതുകൊണ്ട് ഈ തമ്മിത്തല്ലി നിൽക്കുന്നതുകൊണ്ട് പിണറായി എന്ന് പറയുന്നത് ഈ 1+1 = 2 എന്ന് പറഞ്ഞ ഒരു ലളിത സമവാക്യമാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ 2026 ഒരു കാരണവശാലും വിലപ്പോവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.